ഇതിനെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ട്. സാർ നമസ്കാരം. ഇവിടെ സാറിൻ്റെ പേര് പറഞ്ഞാൽ തന്നെ എൻ്റെ മുട്ടുകാല് വിറയ്ക്കും. അത് എന്തിനാണെന്ന് എനിക്ക് ഇനിയും മനസ്സിലായിട്ടില്ല. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. ഒരുപാട് വർഷങ്ങളായി നമ്മൾ കാണാൻ തുടങ്ങിയിട്ട്. സാറിൻ്റെ ആദ്യത്തെ ഡോക്യുമെൻ്റ് തൊട്ട് ഞാൻ കൂടെ ഉണ്ട്. ഇപ്പോഴും അടൂർ സാറെന്ന് പേര് കേട്ട് കഴിഞ്ഞാൽ എനിക്ക് മുട്ട് വരിക. അതുകൊണ്ടാണ് ഇവർ എല്ലാവരെയും ഇരുത്തിയിട്ടൊക്കെയാണെന്ന് തോന്നുന്നുണ്ട് ഇത് പറയിപ്പിക്കുന്നത്. ഞാൻ പറഞ്ഞു എനിക്കിരിക്കാൻ പറ്റില്ല, അടൂർ സാറിൻ്റെ കാര്യമാണ്, എനിക്കിരിക്കാൻ പറ്റില്ല, ഞാൻ നിന്നുകൊണ്ട് പറഞ്ഞോളാം എന്ന് പറഞ്ഞാണ് ഇപ്പോൾ എന്നെ പിടിച്ച് ഇവിടെ നിർത്തിയിരിക്കുന്നത്. ആദ്യം ഡോക്യുമെൻ്ററി ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ സ്വയംവരം ചെയ്തത്. സ്വയംവരം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സാറ് കൊടിയേറ്റത്തിൻ്റെ കാര്യം എന്നോട് പറഞ്ഞു എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. പക്ഷെ കഥ പറയില്ലല്ലോ, കഥ തിയേറ്ററിൽ പോയി കണ്ടാലേ മനസ്സിലാവുള്ളൂ. അത് അടൂർ ഗോപാലകൃഷ്ണൻ എന്ന് പറയുന്ന ഒരാളിൻ്റെ ഒരു പ്രത്യേക വ്യക്തിത്വമാണത്. ആ വ്യക്തിത്വം ആ സിനിമയിൽ കാണണം എന്ന് ഉദ്ദേശിച്ച് ചെയ്യുന്നതാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. APSC ലളിത താങ്കളുടെ സിനിമകളുടെ ഒരു അവിഭാജ്യ ഘടകമാണെന്ന് വേണേൽ പറയാം. ആണ്. എനിക്കൊന്ന് ഏറ്റവും കൂടുതൽ താങ്കളുടെ സിനിമയിൽ മതിലുള്ളതും ഒരു നടി ലളിതയാണ് അല്ലേ? മതിലുകളിൽ റോളില്ലാത്തതുകൊണ്ട് വോയിസ് ആയിട്ട് വന്നു നാരായണിയായിട്ട്. അത് വളരെ ഗംഭീരമായ ഒരു വോയിസിൽ കൂടെ ഒരു ക്യാരക്ടർ അങ്ങനെ ഉണർന്നു നിന്നു. വേറെ ആരും പറഞ്ഞാൽ അത്രയും നന്നാവത്തില്ല. ചേച്ചി ഒരു ആരോടും ഉന്നയിച്ചു, സ്ക്രിപ്റ്റ് ആർക്കും കൊടുക്കില്ല. സത്യമാണ്. പിന്നെയും എന്നുള്ള സിനിമയുടെ സ്ക്രിപ്റ്റ് ദിലീപിന് കൊടുത്തു എന്നും അതുകൊണ്ട് ഒളിച്ചോടാൻ അദ്ദേഹം ആഗ്രഹിച്ചു എന്നൊക്കെ പറഞ്ഞതായിട്ട് കേട്ടു. ആ ഭാഗം വായിക്കാൻ, മാത്രം സീൻ മാത്രം വായിക്കാൻ. അതാ പറഞ്ഞേ, താഴോട്ട് വായിക്കാൻ ടെംപ്റ്റേഷൻ ഉണ്ടായിരുന്നു, പക്ഷെ ചെയ്തില്ല എന്നാ പറഞ്ഞേ. ജോക്കാണ് സാർ സ്ക്രിപ്റ്റ് കൊടുക്കാത്തത്. സ്ക്രിപ്റ്റ് ഓരോ നടനും നടിയും ഒക്കെ അവരുടെ സ്വന്തം നിലയിൽ ഇതിനെ ഇങ്ങോട്ട് വിഭാവന ചെയ്യാൻ തുടങ്ങും. അവരുടേതായിട്ടുള്ള ഈ വ്യാഖ്യാനങ്ങൾ കൊണ്ടുവരും, സ്വാഭാവികമായിട്ട് കൊണ്ടുവരും. ഒരു റോള് വായിച്ചു കഴിയുമ്പോൾ ഇന്ന പോലെ ചെയ്യണമെന്ന് അത് വളരെ ദോഷം ചെയ്യും. കാരണം ഞാൻ വിഭാവന ചെയ്തിരിക്കുന്നത് വേറൊരു രീതിയിലായിരിക്കും, അതിന് വളരെ ദോഷം ചെയ്യും. അതുകൊണ്ടാണ് കൊടുക്കാത്തത്. അല്ലാതെ അവരുടെ ഇത് മാത്രമല്ല, ആർട്ടിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം ഞാൻ ആ സീനിൽ പറഞ്ഞു കൊടുക്കും. അവരങ്ങനെ ഒരു ബ്ലാങ്കായിട്ട് ഡയലോഗ് പറയാമെന്ന് താങ്കൾ ആഗ്രഹിക്കുന്ന രീതിയിൽ അവർ അഭിനയിക്കേണ്ടതുള്ളൂ. അതെ അതെ. അതിന് മുമ്പ് അവർ വേറെ തയ്യാറെടുപ്പ് നടത്തേണ്ട ആവശ്യമില്ല. അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്തു എന്നൊക്കെ പറയുന്നത് അങ്ങനെ ആവശ്യമില്ല. പ്രിപ്പയർ ചെയ്യാൻ ചിലപ്പോൾ ആവശ്യപ്പെട്ടിട്ടുള്ളത് നിഷ്കർഷിക്കുന്ന രീതിയിൽ ചിലര് അവരുടെ ശരീരപ്രകൃതി. ഇപ്പോൾ കരവന നടന്നവർ ഇരുപത്തായത്തിൽ അഭിനയിക്കുമ്പോൾ ഞാൻ ഏറ്റവും അവസാനത്ത് നിന്ന് തുടക്കത്തിലേക്കാണ് ഷൂട്ട് ചെയ്തത്. കാരണം അങ്ങനെയൊരു ഡയറ്റ് ഞാൻ കൊടുത്തു, ഒരു 2-3 മാസം കൊണ്ട് കഴിക്കാനുള്ളത്. അതിങ്ങനെ കുറേശ്ശായിട്ട് ആഹാരം കുറച്ച് കൊണ്ടുവന്നിട്ട് അവസാനം ജലപാനം മാത്രമായിട്ട് വരുന്ന ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുപോയിട്ട്, അപ്പോൾ അങ്ങ് അവസാനപ്പോഴത്തേക്ക് വളരെ ക്ഷീണിതനായിട്ടുള്ള ഇതാവും. അഭിനയിച്ചില്ലെങ്കിലും ക്ഷീണം സ്വയം ശരീരത്തിൽ മുഖത്തും എല്ലാം അങ്ങ് വരും. ആ നിലയിൽ നിന്ന് ഞാൻ പുറകോട്ടാണ് ഷൂട്ട് ചെയ്ത ആ പടം. ഇതിന് കുറേശ്ശായിട്ട് ആഹാരം കൊടുത്തു തുടങ്ങി. അവസാനം തുടക്ക ഭാഗം വന്നപ്പോഴത്തേക്ക് നോർമലായിട്ടുള്ള കരവനാടുന്നവരായി. അങ്ങനെ പടം ഷൂട്ട് ചെയ്ത് അങ്ങനെയൊക്കെ കാര്യങ്ങൾ ചെയ്യാറുണ്ട്. ഒരു നടനെ എങ്ങനെ ഏത് രീതിയിൽ അദ്ദേഹത്തിന് രൂപം പോലും മാറ്റേണ്ട ആവശ്യമുണ്ടോ? കാരണം ഞാൻ നടത്തുന്ന ഒരു സംഗതി അതാണ്. പ്രത്യേകിച്ച് പുതിയ ആളുകളൊക്കെ എടുക്കുമ്പോൾ അവരുടെ മുഖത്തിൻ്റെ ക്യാരക്ടർ സ്റ്റഡി ഒത്തിരി താടി ഉണ്ടായിരുന്നാലേ ഇല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് സ്റ്റഡീസ് നടത്തും. ഞാൻ തന്നെ ഫോട്ടോഗ്രാഫ്സ് എടുത്ത് നോക്കിയൊക്കെ ആയിട്ട് ചെയ്തതാണ്. സ്വയം